സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ നമുക്കങ്ങനെ ഫൈനലി ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ഒരു ഒഫീഷ്യൽ ഫുൾ ഫ്ലെഡ്ജ് ട്രെയിലർ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ആടാ മോനെ പവർ സാധനം തന്നെ പറയിട്ടിരിക്കുന്നു. മാർവലിൻ്റെ ഈ അടുത്തിറങ്ങിയ ട്രെയിലറുകളിൽ തന്നെ ഒരു ബെസ്റ്റ് ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. കാരണം ഭയങ്കരധികം കൺട്രോൾഡ് ആയിട്ട്, അതായത് നമ്മൾ സാധാരണ ഈ അടുത്തിറങ്ങുന്ന ഹോളിവുഡ് പടങ്ങളുടെ ട്രെയിലർ കണ്ടാൽ തന്നെ ഏതാണ്ട് പടം മൊത്തം മനസ്സിലാക്കാവുന്ന അവസ്ഥയാണ്. ബട്ട് ഇവിടെ എന്തൊക്കെ കാണിക്കണോ അതൊക്കെ കൃത്യമായ രീതിയിൽ കാണിക്കുന്ന ഒരു ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ട്രെയിലറായിട്ട് തോന്നി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വയലൻസിൻ്റെ രണ്ട് എക്സ്ട്രീം വേർഷൻസിൽ നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ഡെഡ്പൂളും വോൾവറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരും ഒരുമിപ്പിച്ച് സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് ഓപ്പൺ ആവുന്നത്. സോ അതിനെയൊക്കെ നമ്മൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിലറായിട്ട് തോന്നി. ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ ട്രെയിലറിൽ നമ്മൾ കൂടുതലായിട്ടും ഡെഡ്പൂളിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് കാണിച്ചതെങ്കിൽ അപ്പം തന്നെ വിചാരിച്ചാണ് അടുത്ത ട്രെയിലർ ചിലപ്പോൾ വോൾവറിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിലർ മൊത്തത്തിൽ വോൾവറിനെ തൂക്കിയ പോലെയാണ് തോന്നിയത്. സോ ട്രെയിലർ എന്തായാലും കിടുവായിട്ട് വന്നിട്ടുണ്ട്. ഇതേ വൈബിൽ തന്നെ പടവും പുൾ ഓഫ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർവലിന് MCU നിന്നൊരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും പടത്തിൻ്റെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയുള്ള എൻ്റെ ഒരു ധാരണയൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. സോ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ വോൾവറിന് ഒരു ബാറിൽ ഇരുന്ന് ഒരു ഡ്രിങ്ക്സിന് ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഡ്രിങ്ക്സിന് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ വെയിറ്റർ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് ഒരു പുല്ലും തരത്തില്ല, ഇറങ്ങി പോടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വോൾവറിൻ പ്ലസ് ബാർ എന്ന് പറയുന്നത് ഒരു അടാർ കോമ്പിനേഷൻ ആട്ടോ. കാണാൻ തന്നെ എന്താ ഒരു അന്തസ്. അപ്പം തന്നെ നമ്മുടെ ഡെഡ്പൂൾ ആരോ പറഞ്ഞു വെച്ച കൂട്ട് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വോൾവറിന് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പം തന്നെ വോൾവറിൻ തിരിച്ചങ്ങോട്ട് പറയുന്ന ഒരൊറ്റ ഡയലോഗിലുണ്ട് ഈ പടത്തിൻ്റെ വൈബ് മൊത്തം. ഒന്ന് പോടി വേണം, എനിക്ക് വേറെ പണിയുണ്ട്, നീ വേറെ ആരെങ്കിലും നോക്കുന്നുള്ള രീതിയിൽ നമ്മുടെ വോൾവറിൻ തിരിച്ച ഡയലോഗ് അടിക്കുമ്പോൾ ലിറ്ററലി എനിക്ക് നല്ല രീതിക്ക് ചിരി വന്നു. ആ സീൻ ഞാൻ ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ച് കാണുകയും ചെയ്തു. ഓക്കെ, നിന്നെ മര്യാദയ്ക്ക് കൊണ്ടുപോകാനായിരുന്നു എൻ്റെ പ്ലാൻ. ഇനി നീ മുട കാണിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നിന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെഡ്പൂൾ തോക്കുകയുണ്ടാണ്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചേടാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചുമ്മാ നൈസായിട്ടൊന്ന് ചിരിച്ചിട്ട് ആ തോക്കിലോട്ട് തന്നെ നെറ്റി അങ്ങ് ചേർത്ത് വയ്ക്കുകയാണ് നമ്മുടെ വോൾവറിൻ. സോ ലിറ്ററലി ഇവിടെ നമ്മുടെ വോൾവറിൻ്റെ മുഖത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു നിരാശ നിറഞ്ഞൊരു ഭാവമാണ്. ആൻഡ് വോൾവറിൻ തൻ്റെ ക്ലോസ് പുറത്തെടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ടല്ല, കുറച്ചിങ്ങനെ പുറത്തെടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വോൾവറിൻ എന്തോ കാര്യമായിട്ട് എന്തോ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വോൾവറിൻ തന്നെ ക്ലോസ് പകുതി പുറത്തെടുക്കുന്നു എന്നതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് പുള്ളിയുടെ മൈൻഡ് പുള്ളിയുടെ കൺട്രോളിലല്ല. ചിലപ്പോൾ ഫുള്ള് ക്ലോസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വയലൻസ് സീക്വൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആരെയൊക്കെ എങ്ങനെയൊക്കെ കൊല്ലുമോ എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് തന്നെ ഒരു പിടി ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ടാണ് പുള്ളി പരമാവധി അവിടെ ഒരു വയലൻസ് സീക്വൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. വെറുതെ എന്നെ കലി പിടിപ്പിക്കരുത്, ഞാനിപ്പോൾ കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ്, ചുമ്മാ കയറി ചൊറിയാൻ വരില്ല എന്നുള്ള രീതിയിൽ നൈസായിട്ട് നമ്മുടെ ഡെഡ്പൂളിൻ്റെ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ ഡെഡ്പൂൾ എങ്ങനെയുള്ള ആണെന്ന് നമുക്കറിയാലോ. വായ തുറന്നു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നതെന്ന് പുള്ളിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. സോ അവിടെ നിന്ന് അങ്ങനെ നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും നേരെ വോയിഡിലുള്ള ഒരു സീക്വൻസിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഡെഡ്പൂൾ എങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ വോൾവറിനെ. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ ഡെഡ്പൂൾ പറയാണ്, എൻ്റെ വേൾഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എൻ്റെ വേൾഡിനെ രക്ഷിക്കാനായിട്ട് നിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും വോൾവറിൻ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കാത്ത കണ്ടിട്ട് നീ അപ്പോൾ എൻ്റെ വേൾഡ് നിൻ്റെ വേൾഡ് നീ നശിപ്പിച്ച പോലെ അങ്ങ് നശിപ്പിച്ച് കളയാനല്ലേ മൈൻഡ് ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ വോൾവറിൻ ട്രിഗർ ആവുകയാണ്. ആൻഡ് അവിടെയാണ് ആ ഫൈറ്റ് സീൻ നടക്കുന്നത്. ഈ ട്രെയിലറിൽ തന്നെ ആ ഫൈറ്റ് സീൻ്റെ പല പല കട്ട്സുകൾ കാണിക്കുമ്പോൾ തന്നെ അതൊരു കിടിലൻ ഫൈറ്റാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ വോൾവറിൻ എടുക്കുകയാണെങ്കിലും ഡെഡ്പൂളിന് എടുക്കുകയാണെങ്കിലും രണ്ടുപേരും അസാധ്യമായിട്ടുള്ള ഒരു ഹീലിംഗ് പവർ ഉള്ള ഐറ്റംസ് ആണ്. സോ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫൈറ്റ് സീൻ വരുമ്പോൾ തന്നെ ആ ഫൈറ്റ് സീനിൽ എത്രമാത്രം ക്രിയേറ്റീവായിട്ട് വയലൻസിന് ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാലോ. സോ മാർവലിൽ ആ ഒരു രീതിക്ക് തന്നെ സാധനം പുൾ ഓഫ് ചെയ്ത് എടുക്കുമെന്ന് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നു. പടം കാണുമ്പോഴും അങ്ങനെ തന്നെ വരട്ടെ. സോ എന്തായിരിക്കും വോൾവറിന് ഒരു ട്രോമയായിട്ട് മാറ്റുള്ള ഒരു പാസ്റ്റ് എന്നുള്ള കാര്യത്തെ പറ്റി ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് കോമിക്സുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഹൈഡ്രയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷന്റെ ബ്രെയിൻ വാഷിൽ പെട്ടിട്ട് നമ്മുടെ വോൾവറിൻ ഒരു വില്ലനായിട്ട് മാറുന്നതും തുടർന്ന് എല്ലാ സൂപ്പർ ഹീറോസിനെ കൊന്നൊടുക്കുന്ന രീതിയിലോട്ടുള്ള ഒരു കോമിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതാണ് ഇവിടെ കൂടുതലും അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മുടെ അയൺ മാൻ, ക്യാപ്റ്റൻ അമേരിക്ക തുടങ്ങി ഒരുവിധം മിക്ക സൂപ്പർ ഹീറോസിനെ നമ്മുടെ വോൾവറിൻ കൊല്ലുന്ന പോലെയാണ് ആ കോമിക്സിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് അവസാനം ഇതൊക്കെ ഞാനാണല്ലോ ചെയ്തത്, എനിക്ക് എന്താണ് പറ്റിയെന്ന് അവസാനം തിരിച്ചറിയുന്ന ആ ഒരു പോയിന്റിൽ ആകെ മൊത്തം ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരു വോൾവറിനെയാണ് കാണാൻ സാധിക്കുക. ആൻഡ് ആ ഒരു സംഭവത്തിന് ശേഷം ഒന്ന് നൈസായിട്ട് ഒതുങ്ങിയിട്ട് ഇനി വേറെ പരിപാടിക്കൊന്നുമില്ല, റിട്ടയർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന വോൾവറിൻ്റെ അടുത്തോട്ടാണ് ഡെഡ്പൂൾ വന്ന് വീണ്ടും ഇങ്ങനെ കലി ഇളക്കി വിടുന്നത്. ആൻഡ് ഇവിടെ ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോൾവറിൻ്റെ ക്ലോസിനെ നമ്മുടെ ഡെഡ്പൂൾ ബ്ലേഡ് വെച്ച് സുഖമായിട്ട് തടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ നമ്മുടെ ഡെഡ്പൂളിന് ഓൾറെഡി അഡമാൻഡിയം ബ്ലേഡ്സ് കിട്ടുമെന്നുള്ള കാര്യം മുമ്പേ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഫൈറ്റ് സീൻ ഇപ്പോൾ കാണിക്കുന്നത്. ആൻഡ് ഈ ഫൈറ്റിൻ്റെ അവസാനം മിക്കവാറും ഡെഡ്പൂൾ ജയിക്കുന്ന പോലെ എനിക്ക് കാണിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ഡെഡ്പൂളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്യാമിയോ ആയിട്ട് ആരെങ്കിലും വരുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ക് ഫാക്ടർ കൊണ്ട് ഡെഡ്പൂൾ ജയിക്കുന്ന പോലെ കാണിക്കാനാണ് സാധ്യത. ആൻഡ് അതിനുശേഷം തൊട്ടടുത്ത സീനിൽ നമ്മുടെ വോൾവറിൻ ബോധം പോയിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പാരഡോക്സിന്റെ മുമ്പിലോട്ടാണ് നമ്മുടെ ഡെഡ്പൂൾ വോൾവറിനെ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ പാരഡോക്സ് പറയുന്നുണ്ട്, ഇവന്റെ നാടിനെ നശിപ്പിച്ചിട്ട് വന്നവനാണ്, അപ്പോൾ ഇവനെ കൊണ്ടാണോ നീ നിന്റെ നാടിനെ രക്ഷിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരു സ്ലോ മോഷൻ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വോൾവറിനാണെങ്കിൽ സ്ലീവ്ലെസ്സിലൊക്കെ ചുമ്മാ ഗെത്തായിട്ട് നടന്നു വരുന്നുണ്ട്. ഈ ടീസറിൽ തന്നെ അത് വളരെ കുറച്ചധികം നേരം കാണിക്കുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ആ സീനൊക്കെ വരുമ്പോൾ വമ്പൻ
തന്നെ ഒരു എറപ്റ്റ് ചെയ്യുന്ന സീൻ തന്നെ ആയിരിക്കും അത്. ആൻഡ് പടത്തിലെ മെയിൻ വില്ലി ആയിട്ട് വരുന്ന നമ്മുടെ കസാൻഡ്ര നോവയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരെ കാണിക്കുന്നത് തന്നെ നമ്മുടെ ആൻറ്റിമാൻ്റെ വലിയൊരു അസ്ഥികൂടത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ടെന്റ് പോലെയൊക്കെ കെട്ടി താമസിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ആ സീൻ തന്നെ കുറച്ച് അധികം ഡാർക്കായ പോലെ തോന്നും. സോ നമ്മുടെ പ്രൊഫസർ എക്സിന്റെ ഒരു ഈവിൾ ട്വിൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ കസാൻഡ്ര നോവ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലിയായിട്ടുള്ള ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്. പ്രൊഫസർ എക്സിന്റെ പവറിന്റെ കുറച്ച് അപ്പുറം കടന്നിട്ട് ഇവൾക്ക് മറ്റുള്ള ആൾക്കാരുടെ മേൽ കൺട്രോൾ എടുക്കാൻ കഴിയുന്ന ഒരു പവർ കൂടെ ഉണ്ട്. ഒരു സീനിൽ നമ്മുടെ വോൾവറിനെ തന്നെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു സീനൊക്കെ ഉണ്ട്. സോ നല്ലൊരു അടിപൊളി ക്യാരക്ടറായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് ട്രെയിലറിന്റെ ക്ലൈമാക്സിൽ രണ്ടുപേരും കൂടി ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുന്നു, അതിനുള്ളിലൂടെ ചാടി പോകുന്നതാണ് കാണിക്കുന്നത്. അവർ ചാടി പോകുന്ന ആ സീൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആൻറ്റിമാൻ്റെ നേരത്തെ പറഞ്ഞ ഒരു അസ്ഥി കൂടെ ഉണ്ടല്ലോ, അതിന്റെ കണ്ണിന്റെ ഉള്ളിൽ കൂടെയാണ് അവർ രണ്ടുപേരും ചാടി വരുന്നത്. ആൻഡ് ഇവിടെ ഇപ്പോൾ ഈ പോർട്ടൽ ഓപ്പൺ ആവുന്ന കണ്ടിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഒരു ക്യാമിയോ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. MCUവിൽ ഇപ്പോൾ വരുന്നവരും പോണവരും ഒക്കെ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ നെഡ് പോലും ഇപ്പോൾ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന സീനുകൾ കണ്ടിട്ടുണ്ട്. സോ മേ ബി ഇവിടെ ചിലപ്പോൾ വോങ് ആയിരിക്കാൻ വരാൻ സാധ്യതയുള്ളത് അത് കണ്ടു തന്നെ അറിയാം. സോ ഒറ്റനോട്ടത്തിൽ ട്രെയിലറിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞത്. എനിക്കറിയാം ഇതിനേക്കാളും ഒരുപാട് ഈസ്റ്റർ എക്സും പരിപാടികളൊക്കെ ട്രെയിലർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പതിയെ അതിനൊക്കെ ഡീകോഡ് ചെയ്തിട്ട് വരുന്ന വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. സാധനം എന്തായാലും കിടുവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വോൾവറിനെ ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് കാണിക്കാതെ ഒരു സർപ്രൈസ് എലമെന്റ് പോലെ തിയേറ്ററിൽ കാണിച്ചാൽ മതി എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. കിടുവായിട്ട് തന്നെ അതും കാണിച്ച പോലെ തോന്നി. സോ ഇതുപോലെ തന്നെ പടവും വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ട്രെയിലർ കണ്ടതിന് ശേഷം പടത്തിൽ നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യങ്ങളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.